Good morning. ഇന്നും പെൻഡിങ് ന്യൂസ് പേപ്പേഴ്സ് ഒന്ന് രണ്ടെണ്ണം ഉള്ളത് ഡിസ്കസ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അപ്പം നമുക്ക് തൽക്കാലത്തേക്ക് ഞാൻ ഇന്ന് മൺഡേയിലെ ന്യൂസ് പേപ്പർ മൺഡേ അല്ല, ഇന്ന് വെനസ്ഡേ ആണ്. വെനസ്ഡേയിലെ ന്യൂസ് പേപ്പർ ഡിസ്കസ് ചെയ്യാം. പെൻഡിങ് ന്യൂസ് പേപ്പർ ഞാൻ ഇതിനിടയിൽ കൂടെ ഡിസ്കസ് ചെയ്തോളാം. അപ്പോൾ ഐ എം എക്സ്ട്രീംലി സോറി. എനിക്കിപ്പോൾ അത് ഡിസ്കസ് ചെയ്ത് തരാമെന്ന് ഞാൻ ഇന്നലെ നിങ്ങൾ പ്രോമിസ് ചെയ്തതാണ്. പ്രോമിസ് ബ്രേക്ക് ചെയ്യുന്നത് എനിക്ക് ഇത്ര ഇഷ്ടമുള്ള കാര്യമല്ല. എനിക്കൊരു വിഷമമുണ്ട്. പക്ഷേ അതെനിക്ക് പ്രിപ്പയർ ചെയ്യാൻ ഒരു ചെറിയ ബുദ്ധിമുട്ട് നേരിട്ട്, അതുകൊണ്ട് എനിക്ക് പ്രിപ്പയർഡ് അല്ല. അതുകൊണ്ട് ആ രണ്ട് പെൻഡിങ് ന്യൂസ് പേപ്പേഴ്സ് എനിക്ക് തോന്നുന്നു സൺഡേയും സാറ്റർഡേ ആണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും സൺഡേയിലെ ന്യൂസ് പേപ്പർ ഉണ്ട്, മറ്റൊരു ന്യൂസ് പേപ്പറോട് പെൻഡിങ് ആണ്. അത് രണ്ട് ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നാളെ തന്നെ. പക്ഷെ ഇന്ന് തൽക്കാലം നമുക്ക് ഇന്നത്തെ ന്യൂസ് പേപ്പർ നോക്കാം. വെനസ്ഡേ അല്ല, വെനസ്ഡേ ന്യൂസ് പേപ്പർ ആദ്യത്തെ ന്യൂസ് എന്ന് പറഞ്ഞാൽ ശ്രീദേവി എന്ന് പറയുന്ന ഇന്ത്യയിലെ ഫിലിം സ്റ്റാറിന്റെ പിന്നീട് ഡെഡ് ബോഡി പിന്നീട് ഇന്ത്യയിലേക്ക് എത്തി. അപ്പൊ ഇനിയിപ്പോ ഫ്യൂണറലും മറ്റു കാര്യങ്ങളിനെ കുറിച്ചൊക്കെയുള്ള ന്യൂസാണ്. അപ്പൊ അത് മറ്റു കാര്യങ്ങളൊന്നും അത് പറയാനില്ല. ഓൾറെഡി എന്താണ് സംഭവിച്ചതെന്നെല്ലാം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞ കേസാണ്. ഇപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ സെലിബ്രിറ്റികളിൽ ഒരാളുടെ എൻഡ് വളരെ ട്രാജിക് ആയിപ്പോയി. ഇപ്പൊ കരുതിയതുപോലെ കാർഡിയക് അറസ്റ്റ് പോലും അല്ല, ഡ്രൗണിങ്, മുങ്ങി മരണമാണ്. അത് അവര് അർഹിച്ചിരുന്നതാണോ എന്നുള്ള അത് വലിയ സംശയമുണ്ട്. ഒത്തിരി മില്യൺസ് ഓഫ് ആൾക്കാരെ സന്തോഷിപ്പിച്ച ഒരു ഫിലിം ആക്ടറാണ്. ഒരു വ്യക്തി ജീവിതം എന്തായാലും പോലും. പിന്നെ CBI പഞ്ചാബ് നാഷണൽ ബാങ്കിലെയും ICICI ബാങ്കിലേക്ക് ടോപ്പ് ഒഫീഷ്യൽസിനെ ക്വസ്റ്റ്യൻ ചെയ്യിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞ് മറ്റൊരു ന്യൂസ് ഉണ്ട്. CBI സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ പഞ്ചാബ് നാഷണൽ ബാങ്കിലെയും പിന്നീട് ICICI ബാങ്കിലേക്ക് ടോപ്പ് ഒഫീഷ്യൽസിനെ നീരവ് മോഡി കേസുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യനിങ് സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞൊരു ന്യൂസ് ഉണ്ട്. അപ്പൊ അതൊരു കേസ് നിങ്ങൾക്ക് അറിയാം, അത് ഞാൻ ഇനി വീണ്ടും ഡിസ്കസ് ചെയ്യുന്നില്ല. പക്ഷേ ഈ നീരവ് മോഡിയുടെ കേസ് വന്നതിന് പഞ്ചാബ് നാഷണൽ ബാങ്ക് കൊടുക്കേണ്ടി വന്ന വില വലുതാണ്. കാരണം അവരുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, അവരുടെ വാല്യൂ, ആ ബാങ്കിന്റെ വാല്യൂ 40% ഇടിഞ്ഞത് ഷെയർ മാർക്കറ്റിൽ. 40% ടോട്ടൽ ആ ബാങ്കിന്റെ വാല്യുവേഷനിൽ ഇടിവുണ്ടായി. സ്വാഭാവികമായിട്ട് അപ്പൊ ആ ബാങ്കിലെ ഇൻവെസ്റ്റേഴ്സിന് എന്തുമാത്രം നഷ്ടം ഉണ്ടായി കാണും. ടോപ്പ് ലെവലിൽ ഇരുന്ന കുറെ ആൾക്കാരും ഒപ്പം ചില ബ്രാഞ്ചുകളിൽ ഇരുന്ന ആൾക്കാരും കാണിച്ച ഫ്രോഡിന് ആ ബാങ്കിലെ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ വലിയ വില നൽകേണ്ട ഒരു അവസ്ഥയാണ്. ഇപ്പോ ഈ ഫ്രോഡിന്റെ ഭാഗമായിട്ട് മുൻ ചെയർമാൻ, മാനേജിംഗ് ഡയറക്ടർ പിന്നെ ആയിരുന്ന ഉഷ അനന്തസുബ്രഹ്മണ്യം, അവരിപ്പോ അലഹബാദ് ബാങ്കിന്റെ CEO ആണ്. അലഹബാദ് ബാങ്കിന്റെ CEO ആയ ഉഷ അനന്തസുബ്രഹ്മണ്യം, അതുപോലെ ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷന്റെ ആദ്യത്തെ വുമൻ പ്രസിഡന്റുമാണ്. IBAയുടെ ആദ്യത്തെ വുമൻ ചെയർമാനും ആയ ഉഷ അനന്തസുബ്രഹ്മണ്യത്തിന് ഉൾപ്പെടെ ക്വസ്റ്റ്യൻ ചെയ്യാണ് CBI. അപ്പം അത് മറ്റൊരു ന്യൂസ്. പിന്നെ മേഘാലയയിലും നാഗാലാൻഡിലും ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി ഇപ്പം ചീഫ് ഇലക്ഷൻ കമ്മീഷൻ അനൗൺസ് ചെയ്തിരുന്ന 3 ഇലക്ഷൻസും കഴിഞ്ഞിരിക്കുകയാണ്. മേഘാലയ ഇലക്ഷൻ കഴിഞ്ഞു, നാഗാലാൻഡ് ഇലക്ഷൻ കഴിഞ്ഞു, ത്രിപുര ഇലക്ഷൻ കഴിഞ്ഞു. ഈ 3 ഇലക്ഷന്റെയും ഔട്ട്കം ഇനി ഉടനെ വരും. പക്ഷെ ഓൾറെഡി എക്സിറ്റ് പോളുകൾ അവരുടെ പ്രവചനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. എക്സിറ്റ് പോളുകളെല്ലാം ഇലക്ഷന്റെ അവസാനം എക്സിറ്റ് പോൾ പ്രഡിക്ഷൻസ് കാണും. എക്സിറ്റ് പോൾ പ്രഡിക്ഷൻസിൽ മേഘാലയ, നാഗാലാൻഡ് പോലുള്ള സംസ്ഥാനങ്ങളിൽ BJPയുടെ അലയൻസിന് മുൻതൂക്കം കിട്ടുമെന്ന് പറഞ്ഞ പ്രഡിക്ഷൻ എന്താ ആയിക്കോട്ടെ, പക്ഷെ അത് അങ്ങനെയാണ് ഇപ്പം പ്രഡിക്ഷൻ വന്നിരിക്കുന്നത്. മേഘാലയയിലും നാഗാലാൻഡിലും BJPയുടെ നേതൃത്വത്തിലുള്ള അലയൻസിന് മുൻതൂക്കം കിട്ടും. പക്ഷെ ത്രിപുരയെ സംബന്ധിച്ച പ്രഡിക്ഷനാണ് ആൾക്കാരെല്ലാം അതിശയപ്പെടുത്തുന്നത്. ത്രിപുരയിൽ കഴിഞ്ഞ വർഷം 0 സീറ്റ്സ് മാത്രമായിരുന്നു BJPക്ക് ഉണ്ടായിരുന്നത്. 0 സീറ്റ്സ് മാത്രമായിരുന്നു ത്രിപുരയിൽ BJPക്ക് ഉണ്ടായിരുന്നത്. 0 സീറ്റും ലെസ് ദാൻ 5% വോട്ട് വിൻ ചെയ്ത് BJP എന്ന് പറയുന്ന കക്ഷി ത്രിപുരയിൽ 25 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അധികാരത്തിൽ നിന്ന് പുറത്തിറക്കി അവർ ഭരണം പിടിക്കുമെന്നാണ് എക്സിറ്റ് പോളുകളെല്ലാം പറഞ്ഞത്. അത് സംഭവിക്കുന്ന കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും ഡൗട്ടുണ്ട്. കാരണം എക്സിറ്റ് പോൾ പ്രവചനം യാഥാർത്ഥ്യമായി മാറുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും ഡൗട്ടുണ്ട്. കാരണം അത്രയും ഓർഗനൈസേഷൻ സംവിധാനം ഒന്നും ഇല്ലാതെ ലാസ്റ്റ് ഇലക്ഷനിൽ ലെസ് ദാൻ 5%, എനിക്കൊന്ന് 2% വോട്ടം കണ്ടേ BJP വിൻ ചെയ്തിട്ടുള്ളൂ. ഒരു സീറ്റ് പോലും വിൻ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു പാർട്ടി അവിടെ മെജോറിറ്റി നേടും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാണെങ്കിൽ പോലും ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ അങ്ങനെ സംഭവിച്ചാൽ അത് ഒരുപക്ഷെ ഇന്ത്യൻ ഇലക്ഷൻ ഹിസ്റ്ററിയിൽ തന്നെ ഒരു ചരിത്രമായിരിക്കും. ഒരു സീറ്റ് പോലും വിൻ ചെയ്യാത്ത ഒരു പാർട്ടി നെക്സ്റ്റ് ഇലക്ഷനിൽ അധികാരം പിടിക്കാൻ പറ്റിയാൽ. പക്ഷെ ഇപ്പോഴും അതിൽ എനിക്ക് സംശയമുണ്ട്, എക്സിറ്റ് പോളുകൾ അങ്ങനെ പ്രെഡിക്ട് ചെയ്യുന്നെങ്കിലും. പിന്നെ മറ്റൊരു ന്യൂസ് എന്ന് പറഞ്ഞാൽ മാൽദീവ്സ് റിജക്ട്സ് ഇൻവൈറ്റ് ഫോർ നേവൽ എക്സർസൈസ് എന്നുള്ള ന്യൂസ് ഉണ്ട്. അതായത് മാൽദീവ്സ് എന്ന് പറഞ്ഞ രാജ്യം ഇന്ത്യയുമായിട്ട് വലിയ പ്രോബ്ലംസ് ഇപ്പോൾ ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി പലതവണ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മാൽദീവ്സിന്റെ പ്രസിഡന്റ് അബ്ദുള്ള യാമീൻ ഇന്ത്യയുടെ അടുപ്പവും കാണിക്കാതെ ചൈനയോടാണ് കൂടുതൽ അടുത്ത് നിൽക്കുന്നത് എന്നുള്ള കാര്യവും ഞാൻ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. മാൽദീവ്സിന് ഇന്ത്യയുടെ മൾട്ടി നേഷൻ അല്ലെങ്കിൽ മൾട്ടി ലാറ്ററൽ നേവൽ എക്സർസൈസ് ആയ മിലൻ എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് ഇന്ത്യ ഇൻവൈറ്റ് ചെയ്തു.
മൾട്ടിലാറ്ററൽ നേവൽ എക്സർസൈസ് ആയ മിലൻ ഒരുപാട് രാജ്യങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ നേവിയാണ് ഓർഗനൈസ് ചെയ്യുന്നത്. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിൽ ഞാൻ ഇന്നലെ അതിനെ കുറിച്ച് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അതിലേക്ക് മാൽദീവ്സിനെ ഇന്ത്യ ഇൻവൈറ്റ് ചെയ്തെങ്കിലും മാൽദീവ്സ് ആ ഓഫർ അല്ലെങ്കിൽ ആ ഇൻവിറ്റേഷൻ റിജക്ട് ചെയ്തു. അവിടുത്തെ എമർജൻസി സിറ്റുവേഷൻ ചൂണ്ടിക്കാണിച്ചാണ് അവർ റിജക്ട് ചെയ്തിരിക്കുന്ന ഇൻവിറ്റേഷൻ എന്നാണ് പറയുന്നത്. എന്തായാലും നേവൽ ചീഫ് അഡ്മിറൽ സുനിൽ ലാംബ, ഇന്ത്യയുടെ നേവൽ ചീഫാണ് അഡ്മിറൽ സുനിൽ ലാംബ, അദ്ദേഹം ഈ ന്യൂസ് കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ നാഷണൽ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നു. അതിന്റെ ഫൈനൽ റിസൾട്ട് എന്താണെന്നാണ് നമുക്ക് അറിയേണ്ടത്. എന്തായാലും നാഷണൽ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെ ജിംനാസ്റ്റിക്സിൽ ഇന്ത്യക്ക് ഗ്രാജുവൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ഹിസ്റ്ററിയിൽ ഒരേ ഒരാളെ ജിംനാസ്റ്റിക്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളൂ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണത്. ദീപ കർമാകർ എന്ന് പറയുന്ന ത്രിപുരക്കാരിയാണ്. അതെല്ലാവർക്കും അറിയാം. ത്രിപുര എന്ന് പറഞ്ഞ ഒരു ലീസ്റ്റ് ഡെവലപ്ഡ് സ്റ്റേറ്റിൽ നിന്ന് ഇന്ത്യയിലെ ഒരു വലിയ സ്പോർട്സ് ഐക്കണായിട്ട് മാറിയ ആളാണ് ദീപ കർമാകർ. അതിനുശേഷം പിന്നീട് ജിംനാസ്റ്റിക്സിൽ നിന്ന് വലിയൊരു ന്യൂസ് വന്ന ജിംനാസ്റ്റിക്സ് വേൾഡ് ചാമ്പ്യൻഷിപ്പ്, വേൾഡ് കപ്പ് ജിംനാസ്റ്റിക്സ് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ വെച്ച് നടന്നു. അതിൽ അരുണ റെഡ്ഡി എന്ന് പറയുന്ന ഹൈദരാബാദുകാരി ഒരു ബ്രോൺസ് മെഡൽ നേടി. അങ്ങനെ ഒരു വേൾഡ് ഇവന്റിൽ ജിംനാസ്റ്റിക്സിൽ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരിയായിട്ട് അവർ മാറി. ഇപ്പൊ അരുണ റെഡ്ഡിയുടെ ഫ്രണ്ടും മറ്റൊരു ഹൈദരാബാദുകാരിയുമായ മേഘ്ന റെഡ്ഡി നമ്മുടെ കോമൺവെൽത്ത് ഗെയിംസ് ഗോൾഡ് കോസ്റ്റ്, ഓസ്ട്രേലിയയിലെ ഗോൾഡ് കോസ്റ്റിൽ വെച്ച് നടക്കാൻ പോണ കോമൺവെൽത്ത് ഗെയിംസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോയാണ്. പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ റിതമിക് ജിംനാസ്റ്റിക്സ് എന്ന് പറയുന്ന സംഭവത്തിൽ ഇന്ത്യയിൽ നിന്ന് ഒരു ഇന്റർനാഷണൽ ഇവന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആദ്യത്തെ ആളായി മാറിയാണ് മേഘ്ന റെഡ്ഡി. മേഘ്ന ഇസ് ദ ഓൺലി ഇന്ത്യൻ ജിംനാസ്റ്റ് ടു ഹാവ് ക്വാളിഫൈഡ് ഫോർ റിതമിക് ജിംനാസ്റ്റിക്സ് ഇൻ ദ കോമൺവെൽത്ത് ഗെയിംസ്. ഈ കോമൺവെൽത്ത് ഗെയിംസിലേക്ക് റിതമിക് ജിംനാസ്റ്റിക്സിലേക്ക് ക്വാളിഫൈ ചെയ്തേക്കുന്ന ഒരേ ഒരു ഇന്ത്യക്കാരി എന്നുള്ള ഒരു പേര് കൂടെ മേഘ്ന റെഡ്ഡിക്കുണ്ട്. അപ്പം നമ്മൾ ജിംനാസ്റ്റിക്സിൽ ഒന്നുമില്ലാതിരുന്ന ഒരു കൺട്രി ഇപ്പം ദീപ കർമാകർ ഉണ്ട്, അരുണ റെഡ്ഡി ഉണ്ട്, ഇപ്പൊ മേഘ്ന റെഡ്ഡിയും ആയി. പിന്നെ ദിയോദർ ട്രോഫി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഞാൻ ഓൾറെഡി വിജയ് ഹസാരെ ട്രോഫിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിജയ് ഹസാരെ ട്രോഫി ആര് വിൻ ചെയ്തെന്ന് പറയാം. വിജയ് ഹസാരെ ട്രോഫി കർണാടകമാണ് വിൻ ചെയ്തത്. സൗത്ത് ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റ് ആയ കർണാടകമാണ് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളുടെ കൂട്ടത്തിൽ ക്രിക്കറ്റിൽ ഏറ്റവും വലിയ പവർ ഹൗസ്. അത് കഴിഞ്ഞിട്ടേ തമിഴ്നാടൊക്കെ ഉള്ളൂ. ആ കർണാടകമാണ് വിജയ് ഹസാരെ ട്രോഫിയിൽ ചാമ്പ്യന്മാരായത്. കർണാടകം വിജയ് ഹസാരെ ട്രോഫിയിൽ സൗരാഷ്ട്രയെ തോൽപ്പിച്ചാണ് ചാമ്പ്യന്മാരായത്. അപ്പം അത് കഴിഞ്ഞു, വിജയ് ഹസാരെ ട്രോഫി കഴിഞ്ഞു. ഇപ്പൊ ദിയോദർ ട്രോഫി DODHAR ദിയോദർ ട്രോഫി സ്റ്റാർട്ട് ചെയ്യാൻ പോയാണ്. അത് മറ്റൊരു ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ്. അപ്പൊ ക്രിക്കറ്റിലെ ഡൊമസ്റ്റിക് ടൂർണമെന്റുകളിൽ ഏറ്റവും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ടൂർണമെന്റുകളുടെ പേരുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ രഞ്ജി ട്രോഫി, വിജയ് ഹസാരെ ട്രോഫി, ദിയോദർ ട്രോഫി, ദുലീപ് ട്രോഫി, ഇറാനി ട്രോഫി, ഇങ്ങനെ കുറെ ടൂർണമെന്റുകളാണ്. CK നായിഡു ട്രോഫി, സയ്യദ് മുഷ്താഖ് അലി ട്രോഫി, ഇതെല്ലാം ക്രിക്കറ്റിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഡൊമസ്റ്റിക് ക്രിക്കറ്റ് ടൂർണമെന്റുകളാണ്. ഇന്ത്യയുടെ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഇന്ത്യയുടെ GST കളക്ഷൻ ഡിസംബറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ജാനുവരിയിൽ കുറഞ്ഞു എന്ന് പറഞ്ഞൊരു ന്യൂസ് ഉണ്ട്. നമ്മൾ എഴുതി എടുക്കേണ്ട അത് ഓരോ മന്ത് ബൈ മന്ത് GSTയുടെ കളക്ഷൻ ഉണ്ടാകുന്ന കുറവും വർധനവും ഒക്കെ പത്രത്തിൽ വരും. അതൊന്നും ഒരിക്കലും എക്സാമിന് ചോദിക്കാൻ സാധ്യതയില്ല. എന്തായാലും ജാനുവരിയിലെ GST കളക്ഷൻ കുറഞ്ഞു. അതിന്റെ കാരണം അതിന് ഗവൺമെന്റ് കണ്ടുപിടിക്കും. പിന്നെ മൂഡീസ് എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി IDBI ബാങ്കിന്റെ റേറ്റിംഗ് കൂട്ടി. IDBI ബാങ്ക് ഇടയ്ക്ക് വെച്ച് ഭയങ്കര പ്രോബ്ലംസിലായിരുന്നു. അപ്പൊ IDBI ബാങ്കിന്റെ റേറ്റിംഗ് കുറച്ചിരുന്നു മൂഡീസ് എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി. പക്ഷെ ഇപ്പോ മൂഡീസ് ഇന്റർനാഷണൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയായ മൂഡീസ് IDBI ബാങ്കിന്റെ റേറ്റിംഗ് അപ്ഗ്രേഡ് ചെയ്തു. പിന്നീട് സ്റ്റേബിളിൽ നിന്ന് പോസിറ്റീവിലേക്ക്, സ്റ്റേബിൾ എന്ന് പറഞ്ഞ റേറ്റിംഗിൽ നിന്ന് പോസിറ്റീവ് എന്ന റേറ്റിംഗിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു IDBI ബാങ്കിന്റെ റേറ്റിംഗ്. അതിന്റെ കാരണം എന്ന് വെച്ചാല് ഇന്ത്യ ഗവൺമെന്റ് IDBI ബാങ്കിലേക്ക് ഒരുപാട് മണി ഇപ്പൊ പമ്പ് ചെയ്തു അവരുടെ ക്യാപിറ്റൽ അഡിക്വസിയുടെ ഭാഗമായിട്ട്. അപ്പൊ ഗവൺമെന്റ് പമ്പ് ചെയ്ത ആ മണി അതാണ് പിന്നീട് അത് അവരുടെ ക്യാപിറ്റൽ അഡിക്വസി ഇംപ്രൂവ് ചെയ്തു. അതുകൊണ്ടാണ് മൂഡീസ് എന്ന് പറയുന്ന ഇന്റർനാഷണൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി IDBIയുടെ റേറ്റിംഗ് സ്റ്റേബിളിൽ നിന്ന് പോസിറ്റീവ് ആക്കി മാറ്റിയത്. പിന്നെ ഹിന്ദുസ്ഥാൻ യൂണിലിവറിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ഹിന്ദുസ്ഥാൻ യൂണിലിവർ കമ്പനിയുടെ പ്രത്യേകത ഇന്ത്യയിലെ നമ്പർ 1 FMCG കമ്പനിയാണ്, ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് കമ്പനിയാണ്. അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. പിന്നീട് ഇന്റർനാഷണൽ പേജിലേക്ക് പോകുമ്പോൾ ചൈനയിൽ ഇപ്പം വലിയ പ്രശ്നങ്ങൾ നടക്കും. ചൈനയിൽ അങ്ങനെ വലിയ പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ പോലും ചൈനയുടെ ഗവൺമെന്റിന്റെ ഡിസിഷൻസിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ആർക്കും അധികാരമില്ല. കാര്യം ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള ഒറ്റ പാർട്ടിയാണ്. അവിടെ ഡെമോക്രസി ഇല്ല. അപ്പൊ അവിടെ ഡിഫറെന്റ് വോയിസസ് ഇല്ല. ഓൺലി സിംഗിൾ വോയിസ് ഓഫ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈന. അപ്പൊ അവരൊരു ഡിസിഷൻ എടുത്തു. സി ജിൻപിങ് എന്ന് പറഞ്ഞ ചൈനയുടെ പ്രസിഡന്റ് 2 തവണ ചൈനയുടെ കണ്ടിന്യൂസ് ആയിട്ട് പ്രസിഡന്റ് ആയി. 3ാം തവണയും അദ്ദേഹത്തിന് മത്സരിക്കാം, ഇനി ആജീവനാന്തം വേണമെങ്കിൽ അദ്ദേഹത്തിന് പ്രസിഡന്റ് ആയിട്ടിരിക്കാമെന്ന്. പക്ഷേ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ചൈനയിലെ തന്നെ ആൾക്കാർ സംസാരിക്കാൻ തുടങ്ങിയതിനെ കുറിച്ചൊരു ന്യൂസ് ഈ
ഹിന്ദുവിന്റെ ഇന്റർനാഷണൽ പേജിൽ ഉണ്ട്. ചൈനയിലെ ട്വിറ്റർ എന്ന് പറയുന്ന സംഭവം ചൈനയിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ട്വിറ്ററിന് പകരം ചൈനയിലുള്ളത് സീന വെയ്ബോ എന്ന് പറയുന്നൊരു സംഭവമാണ്. XINA സീന വെയ്ബോ, WEIBO. ചൈനയുടെ ട്വിറ്റർ ഇക്വലന്റ് ആണ് വെയ്ബോ, WEIBO. ഈ വെയ്ബോയിലൊക്കെ ആൾക്കാർ ഓപ്പൺ ആയിട്ട് ഈ ഡിസിഷനെ ക്രിട്ടിസൈസ് ചെയ്തിരിക്കുന്ന പറഞ്ഞേക്കുന്നത്. ചൈനയ്ക്ക് ലോങ് ടൈമിൽ ഇങ്ങനെ ഒരു ഡിസിഷൻ ഒരിക്കലും നല്ലതല്ല. കളക്റ്റീവ് ലീഡർഷിപ്പാണ് വേണ്ടത്. ഇത് സി ജിൻപിങ്ങിന്റെ ഓട്ടോക്രസി ആയിരിക്കും അവിടെ നിലനിൽക്കാൻ പോണത്. കളക്റ്റീവ് ലീഡർഷിപ്പ് ഇല്ല എന്നുള്ള പേരിൽ ഇതിനെ ചൈനയിൽ മുമ്പെങ്ങും ഇല്ലാത്ത രീതിയിൽ ആൾക്കാർ ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നു. പിന്നെ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയാണ് PMLN എന്ന് പറയുന്ന പാർട്ടിയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഭരിക്കുന്നത്. അതിന്റെ സുപ്രീം ലീഡറാണ് നവാസ് ഷെരീഫ്. അദ്ദേഹത്തിന് കോടതി പുറത്താക്കിയതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് പ്രൈം മിനിസ്റ്റർ പദവിയിൽ നിന്ന് പുറത്താവേണ്ടി വന്നതും അതിന് പകരം ഷാഹിദ് ഖഖാൻ അബ്ബാസി എന്ന് പറയുന്ന ആൾ പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ ആയത്. പക്ഷെ പിന്നെ ഇപ്പം കോർട്ട് ചെയ്ത മറ്റൊരു കാര്യം, ഈ നവാസ് ഷെരീഫിന് ഇനി ഈ പാർട്ടിയെ ലീഡ് ചെയ്യുന്നതെന്നും വിലക്കി. പക്ഷെ കോർട്ടിനെ ഡിഫൈ ചെയ്തുകൊണ്ട്, പക്ഷെ ഇന്ത്യയിലൊന്നും നടക്കാത്ത കാര്യമാണ്, പക്ഷെ പാകിസ്ഥാനിൽ നടന്നത്, കോർട്ടിനെ ഡിഫൈ ചെയ്തുകൊണ്ട് ഈ PMLN എന്ന് പറയുന്ന പാർട്ടിയുടെ ലീഡർ ഫോർ ലൈഫ് ആയിട്ട് നവാസ് ഷെരീഫിനെ ആ പാർട്ടി സെലക്ട് ചെയ്യുന്നതാണ് മറ്റൊരു ന്യൂസ്. പിന്നെ സിറിയയിലെ ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് വീണ്ടും രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു. സിറിയയിലെ ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് എന്ന് പറയുമ്പോൾ ഈസ്റ്റേൺ ഗൗട്ട GHOUTA ഈസ്റ്റേൺ ഗൗട്ട എന്ന് പറഞ്ഞ പിന്നെ സിറിയയിലെ സ്ഥലത്ത് പിന്നീട് ഒരു വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വാറിൽ ഒത്തിരി ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈസ്റ്റേൺ ഗൗട്ടയിൽ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി ആൾക്കാർ മരിക്കുന്നു. പക്ഷേ അവിടെ അവർ ഹ്യൂമാനിറ്റേറിയൻ പോസ് പിന്നെ ഈ ക്രൈസിസ് മൂലം ഈ വാറിനൊരു പോസ് കൊടുക്കണം എന്ന് വ്ളാഡിമിർ പുടിൻ റഷ്യയുടെ പ്രസിഡന്റ് പറഞ്ഞിട്ടും അതിന് വലിയ ഇഫക്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ന്യൂസാണ് ഹിന്ദുവിൽ ഉള്ളത്. പിന്നെ അമേരിക്കയുടെ പ്രസിഡന്റ് പദവിയിലേക്ക് 2020 വീണ്ടും ഇലക്ഷൻ നടക്കും. അപ്പോഴും വീണ്ടും ഡൊണാൾഡ് ട്രംപിനെ മത്സരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ക്യാമ്പയിൻ മാനേജർ വരെ ഇപ്പോഴേ അപ്പോയിന്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ന്യൂസ് ഉണ്ട്, ട്രംപിന്റെ സെക്കൻഡ് ടൈമിന് വേണ്ടിയിട്ട്. അപ്പം അത് മറ്റൊരു ന്യൂസ്. JPC എന്നൊരു ഷോർട്ട് ഫോം ഉണ്ട്. JPC ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് JPC, ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി JPC. പിന്നീട് മെഹബൂബ മുഫ്തി രാജ്നാഥ് സിംഗുമായിട്ട് ഒരു മീറ്റിംഗ് നടത്തിയതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. കാര്യം കാശ്മീരിൽ വളരെ വോളറ്റൈൽ സിറ്റുവേഷൻ ആണ്. കാശ്മീരിൽ എന്നും പ്രോബ്ലംസ് ആണ്. കൊലപാതകങ്ങളും ടെററിസ്റ്റ് അറ്റാക്കുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിന്റെ ചീഫ് മിനിസ്റ്ററാണ് മെഹബൂബ മുഫ്തി. മീറ്റ് ചെയ്ത ഹോം മിനിസ്റ്ററിനെയാണ് രാജ്നാഥ് സിംഗ്. അദ്ദേഹമാണ് ഇന്റേണൽ സെക്യൂരിറ്റിയിൽ അദ്ദേഹത്തിന് ഒരു വലിയ റോളുണ്ട് ഹോം മിനിസ്റ്റർക്ക്. അതുകൊണ്ടാണ് ഹോം മിനിസ്റ്റർ അവർ മീറ്റ് ചെയ്തത്. പിന്നീട് ജോർദാനിന്റെ കിങ് ഇന്നലെ ഇന്ത്യയിൽ ലാൻഡ് ചെയ്തു. ജോർദാനിന്റെ കിങ് അബ്ദുള്ള II ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി പ്രോട്ടോകോൾ എല്ലാം മാറ്റിവെച്ച് എയർപോർട്ടിൽ പോയി റിസീവ് ചെയ്തെന്ന ഒരു ന്യൂസ് ഉണ്ട്. എയർപോർട്ടിൽ പോയാണ് റിസീവ് ചെയ്തത്. ഇതുമായിട്ട് ചേർത്ത് നമ്മൾ വായിക്കേണ്ട ഒരു ന്യൂസ്, ജോർദാനേക്കാളും വേൾഡിലെ വളരെ വളരെ പ്രോമിനന്റ് ആയിട്ടൊരു കൺട്രിയും വേൾഡിലെ ഏറ്റവും വലിയ കൺട്രീസ് ഒരെണ്ണമായ കാനഡയുടെ പ്രൈം മിനിസ്റ്റർ ജസ്റ്റിൻ ട്രൂഡോ വന്നപ്പോഴത്തേക്ക് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ മൈൻഡ് പോലും ചെയ്യാത്തതുപോലെ ആൾക്കാർക്ക് തോന്നി. അതുകൊണ്ടാണ് മീഡിയയിൽ അങ്ങനെ ഒരു ഇന്റർപ്രിട്ടേഷൻ വന്നത്. എന്താണെന്ന് വെച്ചാൽ ജസ്റ്റിൻ ട്രൂഡോ എന്ന് പറഞ്ഞ കനേഡിയൻ പ്രൈം മിനിസ്റ്ററിനെ ഇന്ത്യ സ്നബ് ചെയ്തു, ഇന്ത്യ കോൾഡ് ഷോൾഡർ ചെയ്തു. അത് ഖാലിസ്ഥാൻ മൂവ്മെന്റിന് അവർ കൊടുക്കുന്ന സപ്പോർട്ട് കൊണ്ടാണ്. എന്നാൽ അത്രത്തോളം സിഗ്നിഫിക്കന്റ് അല്ലാത്തൊരു കൺട്രിയായ ജോർദാന്റെ കിങ് ഇന്ത്യയിൽ വരുമ്പോൾ, കിങ് അബ്ദുള്ള II ഇന്നലെ ഇന്ത്യയിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് എയർപോർട്ടിൽ പോയാണ് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ സ്വീകരിച്ചത്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിൽ സത്യമുണ്ടെന്നാണ് ഈ രണ്ട് ആക്ഷൻസിൽ നിന്നും ബോധ്യപ്പെടുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ എക്സിറ്റ് പോൾസ് പ്രഡിക്റ്റ് BJP സർച്ച് ഇൻ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളായ മേഘാലയയിലും നാഗാലാൻഡിലും ത്രിപുരയിലും എക്സിറ്റ് പോളുകൾ BJPയുടെയും സഖ്യകക്ഷികളുടെയും വിജയം പ്രഡിക്ട് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞാണ്. ഇനി കൂടുതൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. സിയാമിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. സിയാം സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സ്, സിയാം സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സ് ആണ് സിയാം എന്ന് പറയുന്നത്. സിയാം ഇന്ത്യയുടെ ഓട്ടോമൊബൈൽ കമ്പനികളെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സ്. പിന്നെ വിയറ്റ്നാമിന്റെ പ്രസിഡന്റ് ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ പോകുന്നു. വിയറ്റ്നാം എന്ന് പറയുന്ന കൺട്രിയുടെ പ്രസിഡന്റ് ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ പോകുന്നു. അതിനെക്കുറിച്ച് ഒരു ന്യൂസ് ഉണ്ട്. വിയറ്റ്നാമിന്റെ പ്രസിഡന്റ് ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച്. വിയറ്റ്നാമിന്റെ പ്രസിഡന്റ് ആണ് ട്രാൻ ട്രാൻ ഡായ് DAI ക്വാങ് QUANG ട്രാൻ ഡായ് ക്വാങ് QUANG.
വിയറ്റ്നാമിന്റെ പ്രസിഡന്റ് ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സൗത്ത് ചൈന സീയെ കുറിച്ച് അദ്ദേഹം ഡിസ്കസ് ചെയ്യും എന്നൊരു ന്യൂസ് ഉണ്ട്. സൗത്ത് ചൈന സീയെ കുറിച്ച്. സൗത്ത് ചൈന സീയിൽ ചൈനയും മറ്റ് ആസിയാൻ കൺട്രീസ്, ആസിയാൻ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്, അതിലൊരു മെമ്പറാണ് വിയറ്റ്നാം. വിയറ്റ്നാം ഉൾപ്പെടുന്ന അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസിലെ മെമ്പേഴ്സുമായിട്ട് ചൈനയ്ക്ക് സൗത്ത് ചൈന സീയുടെ പേരിൽ ഡിസ്പ്യൂട്ട് ഉണ്ട്. അതിൽ തന്നെ ഏറ്റവും വലിയ ഡിസ്പ്യൂട്ട് നിലനിൽക്കുന്നത് വിയറ്റ്നാമുമായിട്ടാണ്. അതുകൊണ്ട് തന്നെ വിയറ്റ്നാമൊക്കെ ചൈനയോടുള്ളതിനേക്കാളും കൂടുതൽ അടുപ്പം ഇന്ത്യയോടാണ് കാണിക്കുന്നത്. ഈ പ്രോബ്ലംസിൽ ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു കൺട്രിയാണ് ഇന്ത്യയും. സൗത്ത് ചൈന സീയിൽ ഇന്ത്യക്കും ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പം വിയറ്റ്നാം ആൻഡ് ഇന്ത്യ ടു ഡിസ്കസ് സൗത്ത് ചൈന സീ ഇഷ്യൂ ഡ്യൂറിംഗ് ദ വിസിറ്റ് ഓഫ് വിയറ്റ്നാമീസ് പ്രസിഡന്റ് ട്രാൻ ഡായ് ക്വാങ് എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ മറ്റൊരു ന്യൂസ് ഉള്ളത്, പാകിസ്ഥാന് FATF ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്, യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു ഏജൻസിയാണ് FATF ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്. ടെറർ ഫിനാൻസിങ് എടുക്കുന്ന കൺട്രീസിനെ വാച്ച് ചെയ്യാനൊക്കെ ഉള്ള ഒരു വാച്ച് ഡോഗ് പോലെ ആക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് FATF ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്. അവര് പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ പെടുത്തി. അവര് ടെറർ ഫിനാൻസിങ്ങിനെ കൺട്രോൾ ചെയ്യാതെ ടെററിസത്തിന് സപ്പോർട്ട് കൊടുക്കുന്ന, അതിന് ഫിനാൻസ് കൊടുക്കുന്ന രാജ്യം ആണെന്നുള്ള ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഗ്രേ ലിസ്റ്റിൽ പെടുത്തി, അല്ലെങ്കിൽ വാച്ച് ലിസ്റ്റിൽ പെടുത്തി. അത് പാകിസ്ഥാനെ സംബന്ധിച്ച് വളരെ മോശം ഒരു ന്യൂസ് ആണ്. അതിനെക്കുറിച്ചാണ് ഹിന്ദുവിലെ ഫസ്റ്റ് എഡിറ്റോറിയൽ. സെക്കൻഡ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഹിന്ദു ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ഡൽഹി ഹൈക്കോർട്ടിന്റെ ഒരു വിധിയെ കുറിച്ച്. ആ ഡൽഹി ഹൈക്കോർട്ടിന്റെ വിധി പറയുന്നത് പല ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സും ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ള പിന്നീട് പല ആക്ഷൻസും കാണിക്കുന്നു. ഇപ്പോ ഒരു ഹാർട്ട് ഡിസീസ് വന്ന ഒരാളിന് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡർ ആ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യാൻ തയ്യാറായില്ല. കാരണം ഇതൊരു ജനറ്റിക് ഡിസോർഡർ ആണ്. ജനറ്റിക് ഡിസോർഡേഴ്സ് നമ്മൾ ഇതിൽ കവർ തരത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഹാർട്ട് പേഷ്യന്റ് ആണെങ്കിലും ഞങ്ങൾ ഇതിൽ കവറേജ് തരത്തില്ല എന്ന് പറഞ്ഞ് ഗവൺമെന്റിന്റെ തന്നെ ഇൻഷുറൻസ് കമ്പനിയായ യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി അതിൽ ഡിനൈ ചെയ്തു. അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് അദ്ദേഹം കോർട്ടിൽ പോയപ്പോൾ ഡൽഹി ഹൈക്കോർട്ടിന്റെ വിധി ഒരു ബിഗ് ബ്ലോ ആണ് ഇന്ത്യയിലെ ഇൻഷുറൻസ് കമ്പനീസിന്. ഇനി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും ഇൻഷുറൻസ് കമ്പനീസിനെ റെഗുലേറ്റ് ചെയ്യുന്ന IRDAI, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയും ചേർന്ന് ഇത്തരത്തിലുള്ള ഡിസ്ക്രിമിനേറ്ററി പ്രാക്ടീസസ് അവോയ്ഡ് ചെയ്യാൻ നിയമങ്ങൾ ഉണ്ടാക്കുകയും ഇന്ത്യയിലെ ഇൻഷുറൻസ് കമ്പനികളെ കൺട്രോൾ ചെയ്യും വേണമെന്നാണ് ഹിന്ദുവിലെ സെക്കൻഡ് എഡിറ്റോറിയൽ. എനിക്ക് തന്നെ നേരിട്ട് അറിയാം. ഞാനൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തപ്പോൾ അതിൽ കുറെ കാര്യങ്ങൾ അവർ കൊടുത്തിട്ടുണ്ട്. അതിനൊന്നും നമ്മൾക്ക് കവറേജ് തരത്തില്ലെന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്തുവാണ് ഈ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസീസ് കൊണ്ടുള്ള ഗുണം? അപ്പം അതിനെക്കുറിച്ചാണ് ഹിന്ദുവിലെ സെക്കൻഡ് എഡിറ്റോറിയൽ. പിന്നെ ക്വാഡ് എന്ന് പറയുന്ന ഇന്ത്യയുടെ നേതൃത്വം എന്ന് പറയാൻ പറ്റില്ല, ഇന്ത്യ, US, ഓസ്ട്രേലിയ ആൻഡ് ജപ്പാൻ, ഈ 4 രാജ്യങ്ങൾ ചേർന്ന് ഉണ്ടാക്കിയ ക്വാഡ് എന്ന് പറയുന്ന ഗ്രൂപ്പിങ്ങിനെ കുറിച്ച് ഒരു അനാലിസിസ് ഉണ്ട്. ക്വാഡ് ചൈനയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഗ്രൂപ്പിംഗ് ആയിട്ടാണ് ഇന്റർപ്രറ്റ് ചെയ്യപ്പെടുന്നത്. US-ഉം ഓസ്ട്രേലിയയും ജപ്പാനും ഇന്ത്യയുമാണ് അതിലെ പാർട്ട്നേഴ്സ്. ചൈനയുടെ BRI, ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് പോലുള്ള പ്രോഗ്രാമുകൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക്, US പോലുള്ള രാജ്യങ്ങൾക്ക്, ജപ്പാൻ പോലുള്ള രാജ്യങ്ങൾക്ക്, ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങൾക്ക് ഒരുപാട് അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്ന ഒരു കാലഘട്ടമാണത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്വാഡ് എന്ന് പറയുന്നത് ചൈനയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് തന്നെ ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്യേണ്ടി വരും. ഹരിയാനയിൽ പുതിയ നിയമം ഉണ്ടാക്കി. ഹരിയാനയിൽ 12 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളെ റേപ്പ് ചെയ്യുന്ന റേപ്പിസ്റ്റുകൾക്ക് ഡെത്ത് പെനാൽറ്റി അല്ലെങ്കിൽ ലൈഫ് ടൈം ഇംപ്രിസൺമെന്റ്, അതായത് ഒരിക്കൽ ജയിലിനകത്തായി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിറങ്ങാൻ പറ്റാത്ത രീതിയിൽ ലൈഫ് ടൈം ഇംപ്രിസൺമെന്റ് അല്ലെങ്കിൽ ഡെത്ത് പെനാൽറ്റി 12 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളെ റേപ്പ് ചെയ്താൽ. അതാണ് മനോഹർ ലാൽ ഖട്ടറിന്റെ ഹരിയാന ഗവൺമെന്റ് ഉണ്ടാക്കുന്ന പുതിയ നിയമം. പിന്നീട് EPFO, എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷന്റെ ഒരു ഇനിഷ്യേറ്റീവാണ് UAN. അതിന്റെ എക്സ്പാൻഷൻ അറിഞ്ഞിരിക്കണം. UAN എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ ആണ്. യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ. ഇനിയിപ്പോ ഞാൻ പറഞ്ഞ 3 സ്റ്റേറ്റുകളിൽ ഇലക്ഷൻ കഴിഞ്ഞു. അടുത്ത സ്റ്റേറ്റിൽ ഇലക്ഷൻ അനൗൺസ് ചെയ്യാൻ പോയാണ്. അതുകൊണ്ട് അവിടുത്തെ മെയിൻ കണ്ടന്റേഴ്സ് ആയ കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയും BJPയുടെ നരേന്ദ്രമോദിയും അമിത്ഷായും കർണാടകം എന്നുള്ള സ്റ്റേറ്റ് ടൂർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം അടുത്ത ഇലക്ഷൻ ഇനി കർണാടകത്തിലാണ് നടക്കാൻ പോകുന്നത്. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെ ചെയർമാൻ കേരളത്തിൽ കൊല്ലപ്പെട്ട ഷെഡ്യൂൾഡ് ട്രൈബ്, ഇപ്പൊ ഒരു ആദിവാസിയാണ് കൊല്ലപ്പെട്ടത്, മധു. അപ്പൊ ആദിവാസികളുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ പ്രശ്നങ്ങൾ പഠിക്കുകയും പരിഹാരം കണ്ടെത്തുകയും ചെയ്യേണ്ട ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ബോഡിയാണ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്. അതിന്റെ ചെയർമാൻ ഇപ്പോൾ മധുവിന്റെ വീട് സന്ദർശിക്കുന്ന ഒരു ഫോട്ടോ ഹിന്ദുവിന്റെ റീജിയണൽ പേജിലുണ്ട്. അപ്പം പഠിച്ചു വെച്ചേക്കുക, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സിന്റെ ചെയർമാനാണ് നന്ദകുമാർ സായി. അപ്പൊ അത്രയായപ്പോഴത്തേക്ക് ഹിന്ദു നമ്മൾ കംപ്ലീറ്റ് ആവുകയാണ്. ഇനി നമുക്ക് പെട്ടെന്ന് എക്കണോമിക് ടൈംസ് നോക്കാം. എക്കണോമിക് ടൈംസിൽ
ഇന്നലത്തെ എക്കണോമിക് ടൈംസ് ആണ് ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്നത്. ഇന്നലത്തെ എക്കണോമിക് ടൈംസിൽ വിറ്റോറിയോ കൊളാവോയുടെ ഫോട്ടോ ഉണ്ട്. വിറ്റോറിയോ കൊളാവോ, VITTORIO, വിറ്റോറിയോ കൊളാവോ, COLAO, വോഡാഫോണിന്റെ CEO ആണ്. അത് വോഡാഫോണും ഐഡിയയും ചേർന്ന് April 1 തൊട്ട് പുതിയ കമ്പനി രൂപീകരിക്കുകയാണ്. പിന്നെ വോഡാഫോൺ ഐഡിയയും ചേർന്ന് ഒറ്റ കമ്പനിയാണ് ജിയോയെ നേരിടുന്നതിന് വേണ്ടിയിട്ടാണ്. വോഡാഫോണിന്റെ ഗ്ലോബൽ CEO ആണ് വിറ്റോറിയോ കൊളാവോ. അതുപോലെ റാഫേൽ എന്ന് പറയുന്ന മീഡിയം മൾട്ടി റോഡ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് ഇന്ത്യ ഫ്രാൻസിന്റെ വാങ്ങാൻ പോകുന്നതിനെ കുറിച്ചുള്ള ന്യൂസ് എല്ലാ ദിവസവും ഉണ്ട്. രജനീഷ് കുമാറുമായിട്ട് ഇന്റർവ്യൂ ഉണ്ട് ഹിന്ദുവിൽ. രജനീഷ് കുമാർ SBIയുടെ ചീഫ് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. SBIയുടെ ചീഫ്. NCLTയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. NCLT നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ ആണ്. NCLT നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ ആണ്. അതുപോലെ റൈറ്റ് ടു ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞൊരു നിയമം ഇന്ത്യയിൽ വരാൻ പോയാണ്. അതായത് ഇന്ത്യയിലെ എല്ലാ വീടുകൾക്കും 24 hours അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈ കൊടുക്കണം. വല്ല അൺഫോർസീൻ സർക്കംസ്റ്റാൻസസ് ഉണ്ടാകുമ്പോൾ ഒഴിച്ച്. ഇപ്പൊ ഒരു മരം ഒടിഞ്ഞ് നമ്മളുടെ പ്രകൃതിക്ഷോഭങ്ങൾ മൂലം എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുന്നു, എർത്ത്ക്വേക്കോ അല്ലെങ്കിൽ മഴയോ അങ്ങനെയൊക്കെയുള്ള പ്രശ്നം ഉണ്ടാകുമ്പോൾ പ്രോബ്ലം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇലക്ട്രിസിറ്റി ഇന്ററപ്റ്റഡ് ആവും. അല്ലാത്ത സമയങ്ങളിൽ 24/7 സമയത്തും ഇന്ത്യയിലെ ഹൗസ് ഹോൾഡ്സിൽ എല്ലായിടത്തും ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യേണ്ടത് ഇന്ത്യയിലെ ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസിന്റെ ഡ്യൂട്ടിയും അവരുടെ ഫംഗ്ഷനും ആക്കി മാറ്റും. അല്ലാത്ത കമ്പനീസ് അക്കൗണ്ടബിൾ ആവുന്ന രീതിയിൽ റൈറ്റ് ടു ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന നിയമം പാർലമെന്റിന്റെ മൺസൂൺ സെഷനിൽ അവതരിപ്പിച്ചേക്കുമെന്ന് ഈ എക്കണോമിക് ടൈംസിലുണ്ട്. മൺസൂൺ സെഷൻ എന്ന് പറഞ്ഞാൽ ഇനി വരത്തേ ഉള്ളൂ. ജൂൺ ജൂലൈ മാസത്തിലാണ് മൺസൂൺ സെഷൻ, മഴ സമയത്താണ്. അപ്പോൾ അത് വരും എന്ന് പറയപ്പെടുന്നു. തൽക്കാലം അറിഞ്ഞിരിക്കുക. എല്ലാവർക്കും ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഗവൺമെന്റ് സ്കീമാണ് സൗഭാഗ്യ സ്കീം. SAUBHAGYA സൗഭാഗ്യ. സഹജ് ബിജലി ഹർ ഘർ യോജന. സഹജ് ബിജലി ഹർ ഘർ യോജന. പിന്നീട് അത് മറ്റൊരു ന്യൂസ്. പിന്നെ ഈ ചൈനയുടെ പ്രസിഡന്റ് സി ജിൻപിങ്ങിന് ലൈഫ് ടൈമിൽ ജീവിതകാലം മുഴുവനും ഭരിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ നിയമത്തിൽ മാറ്റം വരുന്നതിനെ കുറിച്ചാണ് മറ്റൊരു ന്യൂസ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. കേശവ് പ്രസാദ് മൗര്യയുടെ ഒരു ഫോട്ടോ ഉണ്ട്. കേശവ് പ്രസാദ് മൗര്യ UPയുടെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആണ്. UPയുടെ ചീഫ് മിനിസ്റ്റർ യോഗി ആദിത്യനാഥുമാണ് കേശവ് പ്രസാദ് മൗര്യ. അതുപോലെ നിക്കോളാസ് മഡൂരോ March 10 തൊട്ട് ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ പോകണം. നിക്കോളാസ് മഡൂരോ വെനിസ്വേലയുടെ പ്രസിഡന്റ് ആണ്. വെനിസ്വേലയുടെ പ്രസിഡന്റ് നിക്കോളാസ് മഡൂരോ ഒരുപാട് പ്രോബ്ലംസ് നിക്കോളാസ് മഡൂരോയുടെ രാജ്യത്തിനകത്ത് നേരിടുന്നുണ്ട്. കാരണം അദ്ദേഹത്തിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് കറപ്ഷൻ അലിഗേഷൻസ് ഒക്കെ അദ്ദേഹത്തിന് അഗേൻസ്റ്റ് ആയിട്ടുണ്ട്. അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ അദ്ദേഹത്തെ പുറത്താക്കാൻ അല്ലാതെയും ശ്രമിക്കുന്നുണ്ട്. എന്തായാലും നിക്കോളാസ് മഡൂരോ ഇന്ത്യയിലേക്ക് വരികയാണ് മറ്റൊരു ന്യൂസ്. പിന്നെ സ്റ്റീവ് വോസ്നിയാക്കിന്റെ ഒരു ഫോട്ടോ ഉണ്ട്. സ്റ്റീവ് വോസ്നിയാക്ക് ആപ്പിളിന്റെ കോഫൗണ്ടർ ആണ് സ്റ്റീവ് വോസ്നിയാക്ക്. പിന്നെ ഗവൺമെന്റ് ഇങ്ങനെ ഒരു ബില്ല് ഇമ്മീഡിയറ്റ് ആയിട്ട് അവതരിപ്പിക്കാൻ പോവുകയാണ്. ഫ്യൂജിറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സ് ബിൽ എന്നാണ് അതിന്റെ പേര്. ഫ്യൂജിറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സ് ബിൽ. അറിഞ്ഞിരിക്കുക, നീരവ് മോഡി, വിജയ് മല്യ, ലളിത് മോഡി പോലുള്ള അബ്സ്കോണ്ട് ഇന്ത്യയിൽ നിന്ന് ചെയ്ത ആൾക്കാർ, ഫിനാൻഷ്യൽ ഫ്രോഡുകൾ ഇന്ത്യയിൽ കാണിച്ച് അബ്സ്കോണ്ട് ഇന്ത്യയിൽ നിന്ന് അബ്സ്കോണ്ട് ചെയ്ത് പോയി പിന്നെ തിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ഇന്ത്യ ശ്രമിച്ചിട്ടും നടക്കാത്ത കുറെ ആൾക്കാരുണ്ട്. അവരെ ടാർഗറ്റ് ചെയ്ത് ഇനി അങ്ങനെ ഉണ്ടാവാതിരിക്കാനാണ് ഇത് വരുന്നത്. ഫ്യൂജിറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സ് ബിൽ ഇന്ത്യയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിൽ സംഭവിക്കാൻ പോകണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു നിയമം ഉണ്ടാവും. ഈ നിയമം നിലവിൽ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ഇന്ത്യയിൽ ഫിനാൻഷ്യൽ ഫ്രോഡ് കാണിച്ച് ബാങ്കുകൾ അങ്ങനെ പറ്റിച്ചിട്ട് ഇവിടെ നിന്ന് നാട് വിട്ട് പോയാലും തിരിച്ചു വരാതെ ഒരു രക്ഷയില്ല. ഇന്ത്യയിലുള്ള അയാളുടെ അസറ്റുകളെല്ലാം കോൺഫിസ്കേറ്റ് ചെയ്ത് ഈ പണം അപ്പം തന്നെ ബാങ്കുകൾക്ക് വലിയ ലീഗൽ പ്രോബ്ലം ഒന്നും ഇല്ലാതെ പിടിച്ചെടുക്കുന്നതിനുള്ള പുതിയ നിയമം കൊണ്ടുവരികയാണ്. അത് വളരെ നല്ല കാര്യമാണ്. അതാണ് ഈ നിയമം. അത് പക്ഷേ ഇനി പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പോകുന്നേ ഉള്ളൂ. അത്രയൊക്കെയാണ് ആ ഹിന്ദുവിന്റെ എക്കണോമിക് ടൈംസിലെ ന്യൂസ്. പിന്നെ ഇന്നത്തെ എക്കണോമിക് ടൈംസ് കൂടെ നമുക്ക് നോക്കാം. വീണ്ടും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നു, ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് പബ്ലിക് സെക്ടർ ബാങ്കുകളെല്ലാം 15 ദിവസത്തിനകം 50 കോടിയിൽ കൂടുതൽ ഉള്ള ലോണുകൾ തിരിച്ചടയ്ക്കാത്ത ബാഡ് ലോൺസ് ഉണ്ടെങ്കിൽ ഈ നീരവ് മോഡി ചെയ്തതുപോലുള്ള വല്ല സ്കാമും ആണോ അതെന്ന് 15 ദിവസത്തിനകം പരിശോധിച്ച് ഗവൺമെന്റിന് ഇമ്മീഡിയറ്റ് ആയിട്ട് 15 ഡേയ്സിനകം റിപ്പോർട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. 50 കോടിയോ അതിൽ കൂടുതലോ ഉള്ള ലോൺ എടുത്തിട്ട് അത് ബാഡ് ലോൺ ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അത് മര്യാദയ്ക്ക് എടുത്ത് ലോണാണോ അതോ വല്ല ഫ്രോഡും ബാങ്കുകളോട് കാണിച്ചിട്ട് എടുത്ത് ലോൺ എടുത്തിട്ട് അത് ബാഡ് ലോൺ ആയിട്ട് മാറിയതാണോന്ന് അത് പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. 15 ദിവസത്തിനകം പരിശോധിച്ച് റിപ്പോർട്ട് വരാനാണ് പറഞ്ഞിരിക്കുന്നത്. 50 കോടിയിൽ കൂടുതലുള്ള ലോണുകൾ. സ്മൃതി ഇറാനിയായിട്ട് ഇന്റർവ്യൂ ഉണ്ട്. സ്മൃതി ഇറാനി ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്ററും ടെക്സ്റ്റൈൽ മിനിസ്റ്ററുമാണ്. പിന്നെ നീരവ് മോഡിയുടെ കമ്പനി ബാങ്ക്രപ്സിക്ക് വേണ്ടിയിട്ട്
കേസ് ഫയൽ ചെയ്യുന്നു, ബാങ്ക്രപ്സി പ്രൊസീഡിങ്സിന് വേണ്ടി ഫയൽ ചെയ്തെന്ന് പറഞ്ഞൊരു ന്യൂസ് ഉണ്ട്. അത് തൽക്കാലം എഴുതണ്ട. സുന്ദർ പിച്ചയുടെ ഒരു ഫോട്ടോ ഉണ്ട്. സുന്ദർ പിച്ചൈ ഗൂഗിളിന്റെ സിഇഒ ആണ്. ഗൂഗിൾ സിഇഒ ആണ് സുന്ദർ പിച്ചൈ ഗൂഗിൾ സിഇഒ. ജാം, ജൻധൻ ആധാർ മൊബൈൽ ജാം. ഇത്രയാണ് ആ എക്കണോമിക് ടൈംസിന്റെ ന്യൂസ്. അപ്പൊ ഇത്ര ആയപ്പോഴത്തേക്ക് ഹിന്ദുവിന്റെയും എക്കണോമിക് ടൈംസിന്റെ റിവ്യൂ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ് കഴിഞ്ഞു. പെൻഡിങ് ന്യൂസ് പേപ്പർ 2 ഉണ്ട് എനിക്കറിയാം. അത് ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് തരും. അത് ഞാൻ സ്കിപ്പ് ആവത്തില്ല, അത് പ്രോമിസ് ആണ്. താങ്ക് യു വെരി മച്ച്.